കർണാടകയിൽ വനാതിർത്തി മേഖലയിൽ നിന്നാണ് തണ്ണീർക്കൊമ്പൻ കേരളത്തിലേക്ക് എത്തിയത്. ഇതാ നമുക്ക് അതിൻ്റെ റൂട്ട് മാപ്പാണ്. തണ്ണീർക്കൊമ്പൻ വന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. മക്കിമല വഴി, മാനന്തവാടി വഴി എടവകയിലേക്ക് ആന എത്തിയ ആ റൂട്ട് മാപ്പാണ് നമ്മൾ കാണുന്നത്. ഒരിക്കൽ കൂടി നമുക്ക് അത് ആദ്യം മുതൽ കാണാമെന്ന് തോന്നുന്നു. നാഗർഹോളയിൽ നിന്നും തോൽപ്പെട്ടി കാട് വഴി തിരുനെല്ലിയിലൂടെ മക്കിമലയും കടന്ന് മാനന്തവാടിയിൽ എത്തുകയായിരുന്നു. മാനന്തവാടിയിലെ എടവക പഞ്ചായത്തിലേക്ക് തണ്ണീർക്കൊമ്പൻ എത്തുകയായിരുന്നു. കർണാടകയിൽ നിന്നുള്ള ആനയാണ്. കർണാടക വനം വകുപ്പ് മുൻപ് പിടികൂടിയിട്ടുള്ള ആനയാണ്. 2 ആഴ്ച മുൻപാണ് ഈ ആനയെ പിടികൂടിയതും വനത്തിലേക്ക് റേഡിയോ കോളർ ഘടിപ്പിച്ച് വിട്ടയക്കുകയും ചെയ്ത ആ ആനയാണ് തിരികെ വീണ്ടും വയനാട്ടിലേക്ക്, മാനന്തവാടിയിലേക്ക് എത്തുന്നത്. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ കർണാടക വനം വകുപ്പ് എല്ലാ തരത്തിലും ഈ ഒരു ദൗത്യത്തിനോട് സഹകരിക്കുകയും അവരുടെ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് തന്നെ കൊമ്പനെ തിരികെ വിടാമെന്നുള്ള തീരുമാനം അവരുടേതാണ്. പക്ഷേ തണ്ണീർക്കൊമ്പനെ നമ്മൾ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും സൃഷ്ടിച്ചൊരു ആനയല്ല. കാപ്പിത്തോട്ടങ്ങൾ കയറിയിറങ്ങുക, അങ്ങനെ കാപ്പി കൃഷി നശിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു തണ്ണീർക്കൊമ്പൻ്റെ ഒരു പതിവ് രീതി എന്ന് പറയുന്നത്. പിന്നാലെയാണ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇന്നും നമ്മൾ കണ്ടു, ഇത്രയും മണിക്കൂറുകൾ കടന്നുപോയിട്ടും ചിലയിടങ്ങളിൽ നിന്ന് വാഴയൊക്കെ തിന്നുകയും തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യാതെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ തണ്ണീർക്കൊമ്പൻ ഇന്നും സൃഷ്ടിച്ചിട്ടില്ല. അല്ലെങ്കിൽ മറ്റൊരു ഒരു അക്രമകാരിയാവുന്ന രീതിയിലേക്കൊന്നും തണ്ണീർക്കൊമ്പൻ മാറിയിരുന്നില്ല. എന്തായാലും ആ ഒരു കുറേ നാടകീയത നിറഞ്ഞ രംഗങ്ങൾക്കൊക്കെ, ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങൾക്കൊക്കെ അവസാനത്തിലേക്ക് എത്തുന്നു. ഇനി ഇതിൽ ഏറ്റവും കൗതുകം നിറഞ്ഞ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുപക്ഷെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത് കുങ്കിയാനകൾ ഇതിൽ വഹിക്കാൻ പോകുന്ന പങ്ക്, അവരുടെ ആ ഈ ദൗത്യത്തിലുള്ള അവരുടെ ആ ഓരോ നീക്കങ്ങളും, അതൊക്കെയാണ് നമുക്കിനി കാണേണ്ടത്. എന്തായാലും ഇതാ കോന്നി സുരേന്ദ്രനും വിക്രമും സൂര്യയും അവിടെ തയ്യാറായി അവരുടെ പാപ്പാന്മാരുടെ നിയന്ത്രണത്തിൽ ഇങ്ങനെ നല്ല അനുസരണയുള്ള കുട്ടികളെ അവരോട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. മുൻപ് പല പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുള്ള ആനകളാണ്. ആ ആനകൾ തന്നെ ഒരാനയെ തളയ്ക്കാൻ അതിൻ്റെ ഭാഗമാകുന്നു എന്ന് പറയുന്നതിന് വലിയ കൗതുകമാണ്. പല ദൗത്യങ്ങളിലും പങ്കാളികളായവരാണ്. അവരവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ തന്നെ തൊട്ടിപ്പുറത്ത് നമുക്കറിയാം അവിടെ JCB ഉപയോഗിച്ച് മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും വാഴത്തോപ്പിൻ്റെ സമീപത്തായിട്ട് തന്നെയാണ് ഇപ്പോഴും തണ്ണീർക്കൊമ്പൻ ഉള്ളത്. തണ്ണീർക്കൊമ്പനെ അവിടെ നിന്നും നീക്കേണ്ടതുണ്ട്. ആ നടപടികളും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്.